ഹായ് വെൽക്കം. നമ്മൾ മ്യൂച്വൽ ഫണ്ട്സ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 4 വീഡിയോസിലായിട്ട് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ വിവിധ ഭാഗങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ, ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ക്ലാസിഫിക്കേഷൻ 2 വീഡിയോസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ, സിപ്പ്, SIP. സിപ്പ് എന്ന് പറഞ്ഞാൽ, വളരെ ലളിതമായി പറഞ്ഞാൽ, നമ്മുടെ മ്യൂച്വൽ ഫണ്ടിലേക്കുള്ള യൂണിറ്റ്സിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മുൻകൂട്ടി ക്രമീകരിക്കുന്നു. ഒരു വലിയ തുക മ്യൂച്വൽ ഫണ്ടിലേക്ക് അടയ്ക്കുന്നതിന് പകരം അത് ചെറിയ തവണകളാക്കി അടയ്ക്കുന്നു. അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ഇൻ്റർവെൽസ് അനുസരിച്ച്, ഇടവേളകൾക്കനുസരിച്ച് ഒരു ഫിക്സഡ് എമൗണ്ട് നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ചിട്ടിക്കൊക്കെ ചേർന്നാൽ അങ്ങനെ തവണകളായിട്ട് മാസാമാസം അടയ്ക്കുന്നു. ഇവിടെ അടയ്ക്കുവാനുള്ള തവണകൾ ആഴ്ചയിലെ സ്കീമാകാം, മന്ത്ലി സ്കീമാകാം, ക്വാർട്ടർലി ആകാം, 6 മന്ത് ആകാം. വലിയൊരു എമൗണ്ട് മ്യൂച്വൽ ഫണ്ടിലേക്ക് നമ്മൾ നിക്ഷേപിക്കുന്നതിന് പകരം ഒരു ഫിക്സഡ് എമൗണ്ട് ഒരു ഫിക്സഡ് ഇൻ്റർവെൽസിലാണ് ഇങ്ങനെ തുടർച്ചയായി നമ്മൾ നിക്ഷേപിച്ചുകൊണ്ടിരിക്കും. നമുക്കിത് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഇതിൽ ആ സാധാരണക്കാരെ കൂടി അപ്പോൾ മ്യൂച്വൽ ഫണ്ട് സ്കീമിൻ്റെ ഭാഗമാക്കാൻ നമുക്ക് സാധിക്കും. ഈ തവണകൾ എന്ന് പറഞ്ഞാൽ കുറഞ്ഞത്, വളരെ കുറഞ്ഞ തവണകൾ, 500 രൂപയിൽ നിന്നും തുടങ്ങും, അല്ലെ 1000 രൂപ, അല്ലെ 2000 രൂപ. നമ്മൾ വരുമാനത്തിൻ്റെ തോതനുസരിച്ച് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റിലേക്കുള്ള നിക്ഷേപങ്ങൾ മുൻകൂട്ടി ക്രമീകരിച്ച് നമ്മൾ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ആ നിക്ഷേപം നടത്തി അല്ലെങ്കിൽ ലോങ് ടേം ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന സംവിധാനത്തെയാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ അല്ലെങ്കിൽ സിപ്പ് കൊണ്ട് അർത്ഥമാക്കുന്നത്. എല്ലാ മ്യൂച്വൽ ഫണ്ട് ഓപ്പറേറ്റേഴ്സും പലതരത്തിലുള്ള സിപ്പ് സ്കീമുകൾ ഇൻവെസ്റ്റേഴ്സിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് തന്നെ നമ്മളിത് പറയുമ്പോൾ തന്നെ ഇത് സിപ്പ് തന്നെ ഒരു ഫ്ലെക്സിബിൾ സ്കീമാണ്. സാധാരണക്കാരെയും ചെറുകിട സമ്പാദ്യങ്ങളുള്ളവരെയും ഈ മ്യൂച്വൽ ഫണ്ട് സ്കീമിൻ്റെ ഭാഗമാക്കി മാറ്റാൻ പറ്റും. അതിനകത്ത് തന്നെ ധാരാളം വെർഷൻസ് ഉണ്ട്. ഈ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിൽ തന്നെ ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് യോജിച്ച രീതിയിൽ എന്ത് ചെയ്യാം, നമുക്കതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ കമ്പനി ഉണ്ടാക്കി വെച്ച റിജിഡ് റൂൾസിലല്ല പോകുന്നത്. നിക്ഷേപകരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് എന്ത് ചെയ്യുകയാണ്, അവിടെ പ്ലാനുകൾ ക്രമീകരിക്കപ്പെടുകയാണ്. ഇതിനെയാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇറ്റ് ഈസ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് വെഹിക്കിൾ offered by mutual funds to investors, allowing them to invest small amounts periodically instead of lump sums. വലിയ തുകകൾ ആദ്യം അടച്ച് മ്യൂച്വൽ ഫണ്ട് സ്കീമിൻ്റെ ഭാഗമാകുന്നതിന് പകരം ഫിക്സഡ് എമൗണ്ട് ഒരു ഫിക്സഡ് ഇൻ്റർവെൽസിൽ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കുന്ന പ്രക്രിയയ്ക്ക് വലിയ തുകകൾ വേണമെന്നില്ല. ഇതിൻ്റെ ഫ്രീക്വൻസി നമ്മൾ പറഞ്ഞു, വീക്കിലി ആകാം, മന്ത്ലി ആകാം, ക്വാർട്ടർലി ആകാം. ഒരു സാമ്പത്തിക അച്ചടക്കം കൈവരിക്കുക, ഒരു കൃത്യമായ ഒരു രീതിയിൽ എന്ത് ചെയ്യാൻ, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ ഡെവലപ്പ് ചെയ്യാൻ ആർക്ക് കഴിയുന്നു, ഇടത്തരം ഇൻവെസ്റ്റേഴ്സിനും കഴിയുന്ന, അല്ലെങ്കിൽ സാധാരണക്കാരായ ആൾക്കാർക്ക് കഴിയുന്നതായിട്ട് നമുക്ക് കാണാം. A systematic investment plan is a facility offered by mutual funds to investors to invest a fixed amount of money at predefined intervals in the selected mutual fund schemes. നിശ്ചിത മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിലേക്ക് ഒരു ഫിക്സഡ് എമൗണ്ട് ഒരു നിശ്ചിത കാലയളവിൽ അല്ലെ ഇടയിൽ ഇങ്ങനെ അടച്ചു കൊണ്ടിരിക്കുവാനുള്ള ഫെസിലിറ്റി എന്ത് ചെയ്യുന്നു, മ്യൂച്വൽ ഫണ്ട് ഓപ്പറേറ്റേഴ്സ്
ഇൻവെസ്റ്റേഴ്സിന് നൽകുന്നു. ഇതിനെയാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഓരോ തവണയും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന യൂണിറ്റിന്റെ നെറ്റ് അസറ്റ് വാല്യൂ കണക്കാക്കിയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഓരോ തവണയും അടയ്ക്കുമ്പോൾ അന്നേ ദിവസം ആ യൂണിറ്റിന് എന്ത് വാല്യൂ ഉണ്ടോ, അല്ലെങ്കിൽ അതിന് അണ്ടർലൈങ് അസറ്റ്സിന്റെ വാല്യൂവിന്, അതിന്റെ നെറ്റ് അസറ്റ് വാല്യൂവിനെ ബേസ് ചെയ്താണ് ആ ഇൻവെസ്റ്റ്മെന്റിന്റെ വാല്യൂ തിട്ടപ്പെടുത്തുന്നത്. നെറ്റ് അസറ്റ് വാല്യൂ മെത്തേഡിൽ വാല്യൂ. അപ്പം എന്ന് പറഞ്ഞാൽ അതിന്റെ വില ഫിക്സഡ് ആവണമെന്നില്ല. വില കൂടുന്ന സമയത്ത് കുറച്ച് യൂണിറ്റുകൾ നമുക്ക് വാങ്ങാൻ പറ്റും, വില കുറയുമ്പോൾ കൂടുതൽ യൂണിറ്റുകൾ വാങ്ങാം. നമ്മുടെ മൊത്തത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആവറേജ് ചെയ്ത് പോകും. അതിന്റെ പ്രൈസ് എന്ത് ചെയ്യും? ആവറേജ് ചെയ്യും. കൂടിയ വിലയ്ക്ക് വാങ്ങിയത്, കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിയ ലോട്ട്സുകൾ, അല്ലെങ്കിൽ പല പ്രാവശ്യമായിട്ട് വാങ്ങിയ ആവറേജ് ചെയ്ത് നമുക്ക് അതിന്റെ പ്രൈസ്, ആ കോസ്റ്റ് കവർ ചെയ്യാം. ചില സമയത്ത് താഴ്ന്ന വിലയ്ക്ക് കിട്ടും, ചിലപ്പം ഉയർന്ന വിലയ്ക്കായിരിക്കും ആ യൂണിറ്റുകൾ വാങ്ങുന്നത്. അപ്പം നമ്മൾ തവണകൾ ഫിക്സഡ് ആണെങ്കിലും നമ്മൾക്ക് സ്വന്തമാക്കാൻ കഴിയുന്ന യൂണിറ്റുകളിൽ, അല്ലെങ്കിൽ അതിന്റെ അണ്ടർലൈങ് അസറ്റിന്റെ വാല്യൂവിൽ മാറ്റം വരാൻ സാധ്യമുണ്ട് എന്ന് അർത്ഥം. അപ്പൊ ഇങ്ങനെ സാധാരണക്കാരെ കൂടി ഇതിന്റെ ഭാഗമാക്കുന്ന രാജ്യത്ത് ക്യാപിറ്റൽ ഫോർമേഷൻ സാധ്യമാക്കുവാൻ വേണ്ടി ചെറുകിട പലതുള്ളി പെരുവെള്ളം, അങ്ങനെ ആ സമ്പാദ്യ പദ്ധതിയിലേക്ക്, അല്ലെങ്കിൽ വിവിധ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിലേക്ക് ചെറുകിട സമ്പാദ്യമുള്ളവരെ അല്ലെങ്കിൽ ഇടത്തരക്കാരെ ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി ഒരു സാമ്പത്തിക അച്ചടക്കം അവരിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, സാമ്പത്തിക ഉത്തരവാദിത്വം റെഗുലറായിട്ട് ഏറ്റെടുക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ ഇതുവഴി വലിയ ഫണ്ട് സ്വരൂപിച്ചെടുക്കുവാൻ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾക്ക് കഴിയുന്നതായിട്ട് കാണാം. ഇതിനെയാണ് എന്ത് പറയുന്നത്? സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത്. നമുക്ക് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്താണെന്നൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ഒന്നാമത് പറയുന്നത് പ്ലാൻഡ് ഇൻവെസ്റ്റിംഗ് അപ്രോച്ച്. എല്ലാം കൃത്യമായി ആസൂത്രണം ചെയ്തു പോകുന്നു, മുൻകൂട്ടി നിശ്ചയിച്ചു പോകുന്നു. അപ്പോൾ നമ്മുടെ ഒരു ഹൗസ് ഹോൾഡിന്റെ ആകെ വരുമാനം അയാൾ കണക്കാക്കുന്നു. അയാളുടെ വരുമാനത്തിൽ നിന്ന് അയാളുടെ ഒരു സാമ്പത്തിക ആസൂത്രണത്തിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ ഒരു തുക മാസാമാസമോ, അല്ലെങ്കിൽ ഏത് ഫ്രീക്വൻസിയാണ് അയാൾ തിരഞ്ഞെടുക്കുന്നത്, എങ്ങനെയാണ് അത് അടയ്ക്കുവാൻ, വീക്കലി ആണോ, മന്ത്ലി ആണോ, ക്വാർട്ടർലി ആണോ, അതിനനുസരിച്ച് അയാളുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ കൃത്യമായി ചിട്ടപ്പെടുത്തുവാൻ ഇതിലൂടെ കഴിയുന്നു. അതുപോലെ സാമ്പത്തിക അച്ചടക്ക സ്വഭാവം നമ്മൾ ഉണ്ടാക്കി. രണ്ടാമത് പറയുന്നത് ഡിസിപ്ലിൻഡ് സേവിങ് ആണ്. സമ്പാദ്യശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു, നമ്മളൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളിൽ മിതവ്യയശീലം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നമ്മൾ ചെലവുകളെ അതിനനുസരിച്ച് കുറയ്ക്കുകയോ ക്രമീകരിക്കുകയോ ചെയ്യുന്നുണ്ട്. അതിനെയാണ് ഡിസിപ്ലിൻഡ് സേവിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഉത്തരവാദിത്വ ബോധം, ഒരാളുടെ കയ്യിലെത്തുന്ന പണം മുഴുവനും അയാൾ എന്ത് ചെയ്യുന്നില്ല? അടിച്ചു പൊളിച്ച് കളയുന്നില്ല, അല്ലെങ്കിൽ അയാൾക്കൊരു ഫിക്സഡ് ആയിട്ടൊരു ഉത്തരവാദിത്വമുണ്ട്. അയാളൊരു സാമ്പത്തിക ബോധം അയാളിലുണ്ടാകുന്നു, ഒരു ഉത്തരവാദിത്വ ബോധം ഉണ്ടാകുന്നു. ഇന്നതിനപ്പം ഡ്യൂ ആകും, അതിനനുസരിച്ച് ആ തുക അടച്ചു തീർക്കണമെന്നുള്ള ഒരു സാമ്പത്തിക ഉത്തരവാദിത്വവും, അതിലൂടെ തന്നെ ഒരു സാമ്പത്തിക അച്ചടക്കവും ഉണ്ടാക്കിയെടുക്കാൻ, നിക്ഷേപകരിൽ ഉണ്ടാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ പൊതുജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്നു. അടുത്ത പറയുന്ന ബെനിഫിറ്റ്സ് ഓഫ് കോമ്പൗണ്ടിങ് ആണ്. കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു വർധനവിനെയാണ് കാണിക്കുന്നത്. നമ്മളിങ്ങനെ റെഗുലറായിട്ട് ഇത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഒരു ഫിക്സഡ് എമൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ദിവസം മുതൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഫിക്സഡ് ഇൻട്രസ്റ്റ് ബെയറിംഗ് സെക്യൂരിറ്റി ആണെങ്കിൽ സ്വാഭാവികമായിട്ടൊരു നിശ്ചിത പലിശ നമുക്ക് അതിന് കിട്ടും. ഈ പലിശ ഇതിലേക്ക് എന്ത് ചെയ്യുകയാണ്? ഇൻവെസ്റ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പൊ നമുക്ക് മുതലിന് മാത്രമല്ല, ഇൻട്രസ്റ്റ് ഓൺ ഇൻട്രസ്റ്റൂടെ കിട്ടുന്നു, പലിശയിന്മേൽ പലിശയൂടെ കിട്ടുന്നു. നമ്മൾ ലോൺ എടുക്കുമ്പോൾ കുടിശ്ശിക വരുത്തിയ പലിശയ്ക്ക് പലിശ എങ്ങോട്ട് കൊടുക്കുന്നതായിട്ട് പറയും? കൂട്ടുപലിശ എന്ന് പറയും, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഇവിടെ തിരിച്ചു കിട്ടുന്നു. എന്ത് ചെയ്യുന്നു? നമ്മുടെ നിക്ഷേപത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വരുമാനം കൂടി ക്യാപിറ്റലൈസ് ചെയ്യുകയാണ്. അതിനെ മൂലധന ഭാഗമാകുകയും അതിനോട് ചേർത്തുള്ള എന്ത് ചെയ്യുകയാണ്? അപ്പം മൾട്ടിപ്പിൾസ് നമുക്ക് തിരികെ കിട്ടും ലോങ് റണ്ണിൽ. ഇങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതിനെയാണ് ബെനിഫിറ്റ്സ് ഓഫ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇൻട്രസ്റ്റിൽ നിന്നും ഇൻട്രസ്റ്റ് ഏൺ ചെയ്യുന്നു, അല്ലെങ്കിൽ പലിശ വീണ്ടും പലിശ ഏൺ ചെയ്യുന്നു.
അപ്പം അടിസ്ഥാന നിക്ഷേപത്തോടൊപ്പം തന്നെ അതിന് കിട്ടുന്ന വരുമാനത്തിന് കൂടി പലിശ, അല്ലെങ്കിൽ അതിന് കിട്ടുന്ന ഇൻട്രസ്റ്റിന് കൂടി എന്ത് ചെയ്യുന്നു? അപ്പോൾ അത് സബ്സ്റ്റാൻഷ്യൽ എമൗണ്ട് ആയിട്ട് മാറുന്നു, അല്ലെങ്കിൽ വലിയ വെൽത്ത് അക്യുമുലേറ്റ് ചെയ്യുവാൻ അത് നിക്ഷേപകരെ സഹായിക്കുന്നു. അപ്പോൾ നമ്മൾ ഉദാഹരണമായിട്ട് നോക്കാം. നമ്മൾ 2000 രൂപ വെച്ചുള്ളൊരു സ്കീം എടുക്കുന്നു, സ്കീമിൽ ചേരുന്നു, മാസം 2000 രൂപ വെച്ച് അടയ്ക്കുന്നത്. അങ്ങനെ നമ്മൾ 10 വർഷത്തെ ഒരു സ്കീം അടയ്ക്കുക. അതിൻ്റെ അർത്ഥം എല്ലാ മാസവും 2000 വെച്ച് 10 വർഷം തുടർച്ചയായിട്ട് നമ്മൾ അടയ്ക്കണം. നമുക്ക് ഒരു 12% പലിശ ലഭ്യമാകുമെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണ് ഏകദേശം ഒരു 4,64,000 രൂപയോളം നമ്മുടെ സമ്പാദ്യം വളരും. നമ്മൾ അവിടെ സത്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 2,40,000 രൂപയാണ്. എന്ന് പറഞ്ഞാൽ 10 വർഷം കൊണ്ട് മാസം 2000 12% പലിശയ്ക്ക് നിക്ഷേപിച്ചപ്പോൾ 10 വർഷം കഴിയുമ്പോൾ നമുക്കതിൻ്റെ ബെനിഫിറ്റ്, അല്ലെങ്കിൽ നമ്മുടെ വെൽത്ത് ഏതാണ്ട് 4,64,000, അറൗണ്ട് 4,64,000 രൂപയാകുന്നു. അപ്പോൾ ഈ 2000 രൂപ അടച്ചത് മാത്രമല്ല, അത് നമ്മളിങ്ങനെ 2000 രൂപ വെച്ച് അടച്ചുകൊണ്ടിരുന്ന പൈസ പ്രൊഡ്യൂസ് ചെയ്ത ഇൻട്രസ്റ്റും അതിൽ റീഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ ഇൻട്രസ്റ്റ് നമുക്ക് എന്ത് ചെയ്തു? ഇൻട്രസ്റ്റ് ഏൺ ചെയ്ത് തന്ന് നമുക്ക് ആ വെൽത്ത് നമുക്ക് ഗ്രോ ചെയ്യുന്നതായിട്ട് കാണാം. അടുത്ത പറഞ്ഞ ആവറേജ് കോസ്റ്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. നമ്മൾ പലപ്പോഴായിട്ടാണ് പറഞ്ഞത്. ഈ ഓരോ തവണയും നമ്മൾ ഈ തവണകൾ അടയ്ക്കുമ്പോൾ, നമ്മൾ മന്ത്ലി അത് അടയ്ക്കുമ്പോൾ ആ യൂണിറ്റുകൾ വാങ്ങുക. അതിൻ്റെ അണ്ടർലൈങ് അസറ്റ്സിൻ്റെ വാല്യൂ അനുസരിച്ച് യൂണിറ്റിൻ്റെ വാല്യൂ വ്യത്യാസമുണ്ടാകും. അപ്പോൾ ചില സമയത്ത് എന്ത് ചെയ്യും? ഈ യൂണിറ്റുകളുടെ വാല്യൂ കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് ഈ 2000 രൂപയ്ക്ക് കുറഞ്ഞ യൂണിറ്റുകളെ കിട്ടുകയുള്ളൂ. ചില സമയത്ത് ഈ യൂണിറ്റിൻ്റെ വാല്യൂ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ആ നിശ്ചിത തുകയിൽ കൂടുതൽ യൂണിറ്റുകൾ വാങ്ങാൻ കഴിയും. ഇപ്പോൾ ഒരു വർഷത്തെ നമ്മൾ കരസ്ഥമാക്കിയ യൂണിറ്റുകളുടെ പ്രൈസ് കണക്കാക്കുമ്പോൾ ആവറേജ് കോസ്റ്റ്, അതല്ലെങ്കിൽ നമുക്കുണ്ടായ കോസ്റ്റ് ആവറേജ് ചെയ്തെടുത്താൽ മതി. കൂടിയതും കുറഞ്ഞതും എല്ലാം കൂടെ ചേർത്ത് നമ്മളതിൻ്റെ വാല്യൂ ആവറേജ് കോസ്റ്റ് മെത്തേഡിലാണ് കാണുന്നത്. ആവറേജ് കോസ്റ്റാണ്. ഇവിടെ നമുക്ക് ആ പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് നമ്മളത് വാങ്ങും, അല്ലെങ്കിൽ നമ്മളത് ഇൻവെസ്റ്റ് ചെയ്യും. കാത്തിരുന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് മാസം ഇത്രാം തീയതി, ഇപ്പം 2-ാം തീയതി അല്ല 5-ാം തീയതി 10-ാം തീയതി ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് തുക പോകും. അല്ല, നമ്മൾ മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് മ്യൂച്വൽ ഫണ്ടിൻ്റെ യൂണിറ്റ്സുകൾ കാത്തിരുന്ന് വാങ്ങലല്ല. അപ്പോൾ അന്ന് പ്രിവെയിൽ ചെയ്യുന്ന പ്രൈസിൽ തന്നെ എന്ത് ചെയ്യും? വാങ്ങേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ ആ വാങ്ങൽ കൂടുതൽ യൂണിറ്റുകൾ കിട്ടാം, ചിലപ്പോൾ കുറച്ച് യൂണിറ്റുകളെ കിട്ടുകയുള്ളൂ. അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത. ലോ കോസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണിത്. ലോ കോസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്താ? ലോ കോസ്റ്റ് ചിലവ് കുറവാണ്. മനസ്സിലായോ? ചെറിയ എമൗണ്ടിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. 500 രൂപയോ 1000 രൂപയോ 2000 രൂപയോ. അപ്പോൾ ചെറിയ എമൗണ്ടിൽ നിന്ന് തുടങ്ങാം. ലോ കോസ്റ്റ് സ്കീമുകൾ നമുക്ക് ലഭ്യമാണ്. അതുപോലെ നമുക്ക് കിട്ടുന്ന സേവനം വളരെ പ്രൊഫഷണൽ മാനേജ്മെന്റ് ഓഫ് ഫണ്ടാണ്. അപ്പോൾ കുറഞ്ഞ ചിലവിൽ വിദഗ്ധ സേവനവും ചെറിയ എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക വഴി അത് വളർന്ന് വലിയ വെൽത്തായി മാറുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അടുത്ത കൺവീനിയൻസ് ആണ്. കൺവീനിയൻസ് എന്ന് പറഞ്ഞാൽ ഇത് അടയ്ക്കാനായിട്ടൊന്നും മെനക്കെട്ട് പോകണ്ടായിരുന്നു. കൃത്യമായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ ഈ തുക ഡെബിറ്റ് ആയിക്കൊള്ളും. മന്ത്ലി ആണെങ്കിൽ കൃത്യമായിട്ട് മാസം. ഇപ്പം നാച്ച് എന്നും പറഞ്ഞ് സ്കീമുണ്ട് ഇല്ലേ? നാഷണൽ ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസ്, നാച്ച്. നമ്മൾ ലോണുകളൊക്കെ എടുത്താൽ ഇ എം ഐ ആയിട്ട് അത് മാസം ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ചെയ്ത് പോവുക. അപ്പോൾ അതിനെ നാച്ച് എന്ന് പറയുന്നത്. നാച്ച് എന്ന് പറഞ്ഞാൽ നാഷണൽ ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസ് എന്നാണ്. ഇത് കൃത്യമായിട്ട് നമ്മുടെ RBIയുടെ സൂപ്പർവിഷനിൽ പോകുന്ന ഒരു സംവിധാനമാണ്. ഇങ്ങനെയുള്ള പേയ്മെൻറ്റ്സുകളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി 2008 NPCI എന്ന് പറയുന്ന ഒരു സ്ഥാപനം, ഒരു സംഘടനാ സംവിധാനം 2008 ഫൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അണ്ടറിലാണ് ഈ നാച്ച് വർക്ക് ചെയ്യുന്നത്. ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് RBIയുടെ അപ്രൂവലാണ്. അതേപോലെ ഇന്ത്യൻ ബാങ്ക് അസോസിയേഷൻസും ഇതിൻ്റെ ഭാഗമാണ്. കാര്യം ബാങ്കുകൾ തമ്മിലാണ് പേയ്മെൻറ്റുകൾ തട്ടിക്കഴിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു സ്കീമാണ് നാച്ച്. ഈ നാച്ച് വഴി എന്ത് ചെയ്യുന്നു? നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കൃത്യമായിട്ട് മാസം ഈ ഫണ്ട് കട്ടായി പോയിക്കോളും. നമ്മളതിനെ നമ്മുടെ അക്കൗണ്ട് ഈ കൃത്യസമയത്ത് നമ്മൾ അടയ്ക്കേണ്ട തുക ബാലൻസ് അതിലുണ്ടായിരിക്കണം. നമുക്ക് ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടായിരിക്കണം. ഓട്ടോമാറ്റിക്കായിട്ട് ബാങ്ക് അത്
ഡെബിറ്റ് ചെയ്തോളും. ഇതാണ് കൺവീനിയൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചു, നമ്മൾ കാത്തിരിക്കേണ്ട സമയമോ അല്ലെങ്കിൽ ഇന്നപ്പം വില കുറയുമ്പോൾ ഇടാം, അല്ലെങ്കിൽ വില കൂടുമ്പോൾ നിക്ഷേപിച്ച് കളയാം, അങ്ങനെ ഓപ്ഷൻ ഇല്ല ഇതിന്. 5-ാം തീയതിയാണ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഫണ്ട് പൈസ കട്ടാകുന്നതെങ്കിൽ അന്നത്തെ നിലനിൽക്കുന്ന വിലയ്ക്കായിരിക്കും എന്ത് ചെയ്യുന്നത്, ആ മ്യൂച്വൽ ഫണ്ട് നമ്മൾ വാങ്ങുന്നത് എന്നർത്ഥം. അപ്പം അതുകൊണ്ട് നോ നീഡ് ഓഫ് ടൈമിങ് ദി മാർക്കറ്റ്. വിപണിയുടെ ടൈം നോക്കിയല്ല, നമ്മുടെ ടൈമിനനുസൃതമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫണ്ട് എന്ന് കട്ടാകുന്നു ആ ദിവസത്തും പ്രിവെയിൽ ചെയ്യുന്ന പ്രൈസിലാണ് അത് അന്നത്തെ നെറ്റ് അസറ്റ് വാല്യൂ ആയിരിക്കും നോക്കുന്നത്. അപ്പം നമ്മൾ നമ്മുടെ തുക കട്ടാകുന്ന ദിവസം അല്ലെങ്കിൽ നമുക്ക് നാച്ച് വഴി നമ്മുടെ തുക കട്ടാകുന്ന ദിവസം യൂണിറ്റുകൾക്ക് വാല്യൂ കുറവാണെങ്കിൽ നമുക്ക് കൂടുതൽ യൂണിറ്റ്സുകൾ വാങ്ങാം. തിരിച്ച് അന്ന് ആ യൂണിറ്റ്സുകളുടെ വാല്യൂ കൂടുതലാണെങ്കിൽ വളരെ കുറച്ചേ കിട്ടുകയുള്ളൂ. നമ്മൾ പറഞ്ഞു, നമ്മൾ ഓരോ ദിവസത്തെ എടുത്തല്ല നമ്മൾ അതിൻ്റെ കോസ്റ്റ് കണക്കാക്കുന്നത്, പലതവണയായിട്ട് വാങ്ങിയ ആ ലോഡ്സുകൾ അല്ലെങ്കിൽ നമുക്ക് മേടിച്ച യൂണിറ്റുകളുടെ ആവറേജ് കണക്കാക്കിയാണ് അതിൻ്റെ കോസ്റ്റ്, ആവറേജിൽ നിന്നാണ് അതിൻ്റെ കോസ്റ്റിൽ നമ്മൾ അറൈവ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ആവറേജ് കോസ്റ്റിംഗ് നടത്തുന്നതിന് പറയുന്നത് റുപ്പി കോസ്റ്റിംഗ് ആവറേജിങ് എന്നാണ്. റുപ്പി കോസ്റ്റിംഗ് ആവറേജ്, റുപ്പി കോസ്റ്റ് ആവറേജ് എന്ന് പറയും. ഓക്കെ. അപ്പം ഇനി ടൈപ്സ് ഓഫ് സിപ്പാണ് നമ്മൾ നോക്കുന്നത്. വീണ്ടും ഇതിനെ ഇൻവെസ്റ്റേഴ്സിന്റെ സൗകര്യം അനുസരിച്ച് പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. സിപ്പ് തന്നെ ചെറിയ എമൗണ്ട് റെഗുലറായിട്ട് അടച്ചു പോകുന്ന രീതിയാണ്. സിപ്പിൽ തന്നെ വ്യത്യസ്തങ്ങളായ സ്കീമുകളുണ്ട്. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ റെഗുലർ സിപ്പാണ്. അത് വാക്കിൽ തന്നെയുണ്ട് അതിൻ്റെ അർത്ഥം. ഒരു ഫിക്സഡ് എമൗണ്ട് റെഗുലർലി നമ്മൾ അടച്ചു പോകുന്നു, റെഗുലർ ഇൻ്റർവെൽസിൽ അടച്ചു പോകുന്നു. മന്ത്ലി ആകാം, ക്വാർട്ടർലി ആകാം. ഓക്കെ. ഈ സ്കീം, ഈ റെഗുലർ സിപ്പ് ബിഗിനേഴ്സിന് ഏറ്റവും നല്ലതാണ്. ബെസ്റ്റ് ഫോർ ബിഗിനേഴ്സ് ആൻഡ് ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ്. തുടക്കക്കാർക്ക് പറ്റിയതാണ്. തുടക്കത്തിൽ ഒരു 1000 രൂപ വെച്ച് അടയ്ക്കുക, 5 വർഷം അടയ്ക്കുക. മനസ്സിലായല്ലോ. അപ്പം ഒരു ലോങ് ടൈം, ആ ലോങ് ടൈമിൽ ആ വെൽത്ത് നമുക്ക് വളരുന്നതായിട്ട് കാണാം. രണ്ടാമത്തെ ടോപ്പ് അപ്പ് സിപ്പാണ്. ടോപ്പ് അപ്പ് സിപ്പിന് സ്റ്റെപ്പ് അപ്പ് സിപ്പ് എന്നും പറയാറുണ്ട്. നമ്മൾ ഇതാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സാമ്പത്തിക വരുമാനം വർദ്ധിക്കുന്നതനുസരിച്ച് ഫ്യൂച്ചറിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ തോത് വർദ്ധിപ്പിക്കാമെന്നുള്ളതാണ്. ഹിയർ വി ക്യാൻ ഇൻക്രീസ് സിപ്പ് എമൗണ്ട് ഓട്ടോമാറ്റിക്കലി ആഫ്റ്റർ എ ഫിക്സഡ് പീരീഡ്. ഉദാഹരണമായിട്ട് എല്ലാ വർഷവും എന്ത് ചെയ്യും, തുക നമ്മൾ വർദ്ധിപ്പിക്കുന്നു. നമ്മുടെ ഇൻകം വർദ്ധിക്കുന്നതനുസരിച്ച് നമുക്ക് കൂടുതൽ തുക ഇതിലേക്ക് നിക്ഷേപിക്കാം. ഉദാഹരണമായിട്ട് നമ്മളൊരു 2000 രൂപയിലാണ് തുടങ്ങിയത്. 12 മാസം അടച്ചു കഴിഞ്ഞപ്പോൾ സാമ്പത്തിക സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടു, നമ്മുടെ വരുമാനം കൂടുന്നു. നമ്മൾ അടുത്ത 2-ാം വർഷം 3000 വെച്ച് അടയ്ക്കുന്നു. 3-ാം വർഷം അത് 4000 വെച്ചാകുന്നു. ഇതിനെയാണ് ടോപ്പ് അപ്പ് സിപ്പ് അല്ലെങ്കിൽ സ്റ്റെപ്പ് അപ്പ് സിപ്പ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരാളുടെ വരുമാനത്തിന്റെ വളർച്ചയ്ക്ക് അനുസൃതമായിട്ട് അയാളുടെ ആ തവണകൾ എന്ത് ചെയ്യാൻ, ടോപ്പപ്പ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. മൂന്നാമത്തെ കാറ്റഗറി പറയുന്നത് ഫ്ലെക്സിബിൾ സിപ്പാണ്. ഫ്ലെക്സിബിൾ, അതും ആ വാക്കിൽ തന്നെ ഉണ്ട് അതിന്റെ അർത്ഥം. മനസ്സിലായോ? നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം നമ്മുടെ തവണ. നമ്മൾ അടയ്ക്കുന്ന തവണ എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. മനസ്സിലായല്ലോ? ഡിപ്പെൻഡിങ് അപ്പോൺ ഫിനാൻഷ്യൽ പൊസിഷൻ, നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നമുക്ക് മെച്ചപ്പെടുത്താം. എന്നുവെച്ചാൽ ചില സാഹചര്യങ്ങൾ കുറയ്ക്കേണ്ടി വരും. സാമ്പത്തികം സ്ഥിതി അനുകൂലമാണെങ്കിൽ കൂടുതൽ വാങ്ങാം. ഇത് സെൽഫ് എംപ്ലോയിഡിനാണ് ഇത് നല്ലത്. മനസ്സിലായല്ലോ? അല്ലെങ്കിൽ വേരിയബിൾ ഇൻകം ഏണേഴ്സിന് പറ്റിയ സ്കീമാണിത്. ഇപ്പം ഈ മാസം നമ്മൾ 5000 അടച്ചു, അടുത്ത മാസം നമ്മുടെ ഈ വരുമാനം കുറവാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, 3000 2000 അടച്ചാൽ മതി. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ സ്കീമിനെ പറയുന്ന ഫ്ലെക്സിബിൾ സ്കീം എന്നാണ്. നാലാമത് പറയുന്നത് പെർപെച്വൽ സിപ്പാണ്. പെർപെച്വൽ എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ടുള്ളതെന്നാണ്. എൻഡ് ഡേറ്റ് ഒന്നുമില്ല, നിങ്ങൾക്ക് അടച്ചുകൊണ്ടേ ഇരിക്കാം. നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും അടയ്ക്കാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റോപ്സ് ഇറ്റ് മാനുവലി, നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ എന്ത് ചെയ്യാൻ നിർത്താം. അപ്പോൾ വെരി ലോങ് ആണ്, ഇങ്ങനെ അടച്ചുകൊണ്ടേയിരിക്കുക. 10, 20, 30 വർഷം അടയ്ക്കും. അതല്ല അതിനകം അത് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. മനസ്സിലായല്ലോ? ഇപ്പോൾ ജോലിയുള്ള ഒരാൾ
ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ആരംഭിക്കുന്നത്. അയാൾ തീരുമാനിക്കുകയാണ് റിട്ടയർമെൻറ്റ് വരെ ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി കരുതലാകാം. ആ കുട്ടിയുടെ ഒരു 18-20 വയസ്സാകുമ്പോൾ നമുക്ക് ആ തുക എടുക്കാം. അപ്പം അങ്ങനെ ദീർഘമായിട്ട് അത് അടച്ചു പോകുന്നു. അതുവഴി നമുക്കൊരു ലോങ് ടൈം എന്ത് ചെയ്യണം, ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടാകും. നമ്മൾ കൃത്യമായ ഒരു അച്ചടക്കത്തോടു കൂടി ആ തുക നമ്മൾ അടയ്ക്കുന്നു. ഉദാഹരണമായിട്ട് ഒരാൾ 5000 രൂപ വീതം അയാളുടെ വരുമാനത്തിൽ നിന്ന് മാസം അടച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ അത് തുടരാം, നിങ്ങൾക്ക് ഇഷ്ടമാണ്, നമുക്ക് ഇഷ്ടമുള്ള, അപ്പം നമ്മളത് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും. അടുത്തത് ട്രിഗർഷിപ്പാണ്. ഇവിടെ ചില കണ്ടീഷണലാണ് ഇൻവെസ്റ്റ്മെന്റ്. ചില സാഹചര്യങ്ങൾ ഉണ്ടായാൽ അതിനനുസൃതമായി നമ്മൾ പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. ഉദാഹരണം അണ്ടർലൈൻ അസറ്റ്സിന്റെ ഒക്കെ, അല്ലെങ്കിൽ ആ മ്യൂച്വൽ ഫണ്ടിന്റെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ്, അതിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ. അപ്പോൾ അത് പ്രതികൂലമായിട്ട് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ അനുകൂലമായിട്ട് വന്നാൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യുന്നു, ആ ഡേറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റിലെ നമ്മുടെ ചോയ്സ് മാറ്റുന്നു. അങ്ങനെ മുൻകൂട്ടി ചില കണ്ടീഷൻസ് വെച്ചുകൊണ്ട് ആ കണ്ടീഷൻസിനനുസരിച്ച്, അല്ലെങ്കിൽ വാല്യൂ ഇന്നതെത്തുമ്പോൾ ചില കണ്ടീഷൻസിന് വിധേയമായിട്ട് എടുക്കുന്ന സ്കീമുകളെയാണ് ട്രിഗർഷിപ്പ് എന്ന് പറയുന്നത്. A triggership that allows investors to start, stop or change their investment automatically based on specific market conditions or triggers. ഈ ഒരു നിശ്ചിത അവസ്ഥ, അല്ലെ ഒരു വ്യവസ്ഥ അനുസരിച്ച് മാർക്കറ്റ് ബിഹേവ് ചെയ്യുമ്പോൾ അയാളുടെ ഇൻവെസ്റ്റ്മെന്റ് രീതി, അല്ലെങ്കിൽ അയാളുടെ ആ ഡീലിങ്സിൽ മാറ്റം അയാൾ വരുത്തുന്നു. അയാളുടെ നിക്ഷേപ താല്പര്യത്തിനനുസരിച്ച് അയാൾ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം അയാൾ ബിഹേവ് ചെയ്യുന്നു. ഹിയർ ദ ഇൻവെസ്റ്റർ സെറ്റ് പ്രീ ഡിഫൈൻഡ് കണ്ടീഷൻ. ഈ പ്രീ ഡിഫൈൻഡ് കണ്ടീഷനെ, ആ വ്യവസ്ഥയാണ് എന്താ പറയുക, ട്രിഗർ കൊണ്ട് അർത്ഥമാക്കുക. ട്രിഗർ എന്ന് പറഞ്ഞാൽ ആ പ്രീ ഡിഫൈൻഡ് കണ്ടീഷനാണ്. അതൊരു പർട്ടിക്കുലർ ഡേറ്റ് ആകാം, ഒരു മാർക്കറ്റ് ലെവലാകാം. ഞാൻ പറഞ്ഞു, ഒരു ഇൻഡെക്സിന്റെ മൂവ്മെന്റ് നോക്കിയായിരിക്കും, ചിലപ്പം വാല്യൂ ബേസ് ആയിരിക്കും. ഇതിനെ ബേസ് ചെയ്യാൻ വിൽക്കുകയോ വാങ്ങുകയോ ഒക്കെ ചെയ്യും, ബൈ ചെയ്യും, അല്ലെ റിഡീം ചെയ്യും, അല്ലെ അയാൾ സ്വിച്ച് ചെയ്യും, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റി എന്ത് ചെയ്യും, നിക്ഷേപിക്കും. അപ്പോൾ ഈ വ്യവസ്ഥകൾ മുൻകൂർ വെച്ചുകൊണ്ടുള്ള ഈ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് സ്കീമിനെയാണ്, അല്ലെങ്കിൽ സിപ്പിനെയാണ് ട്രിഗർ സിപ്പ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തത് ആറാമത്തത് സിപ്പ് വിത്ത് ഇൻഷുറൻസ്. നമ്മൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം അതിലൊരു ആഡ് ഓൺ ഉണ്ട്. എന്താണത്? ഇൻഷുറൻസ് കവറേജ് കൂടി ലഭ്യമാകുന്നു. ടു കമ്പൈൻ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ലൈഫ് ഇൻഷുറൻസ് കവർ. നമ്മൾ മ്യൂച്വൽ ഫണ്ട് വാങ്ങുമ്പോൾ എക്സ്ട്രാ കോസ്റ്റ് ഇല്ലാതെ അതിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടുന്നു, ഇൻഷുറൻസ് പരിരക്ഷ കൂടി ലഭ്യമാകുന്നു. ആ പ്രീമിയത്തിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കും എന്ത്, ആ സിപ്പിന്റെ പ്രീമിയം ഈസ് ഇൻക്ലൂഡഡ് ഇൻ സിപ്പ് എമൗണ്ട്. സിപ്പ് എമൗണ്ടിൽ പ്രീമിയം കൂടി അടങ്ങിയിരിക്കും, വിതൗട്ട് എക്സ്ട്രാ കോസ്റ്റ്. യാതൊരു കോസ്റ്റും അഡീഷണൽ ആയിട്ട് വാങ്ങില്ല. ഇപ്പൊ സമ്പാദ്യത്തോടൊപ്പം സുരക്ഷിതത്വം കൂടി ആഗ്രഹിക്കുന്നവർക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിൽപ്പെട്ട സിപ്പ് വിത്ത് ഇൻഷുറൻസ് ചൂസ് ചെയ്യാം. മനസ്സിലായല്ലോ. ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരാൾ 10,000 രൂപ സിപ്പിലേക്ക് നിക്ഷേപിക്കുന്നു മന്ത്ലി. അയാൾക്ക് ഒരു 10 ലക്ഷം രൂപയുടെ കവറേജ് ഒപ്പം കിട്ടുന്നു, ലൈഫ് ഇൻഷുറൻസ് കവറേജ് കിട്ടുന്നു. അപ്പം സമ്പാദ്യത്തോടൊപ്പം എന്താണ്, സുരക്ഷിതത്വവും ആഗ്രഹിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് പറ്റിയ സ്കീമാണ് എന്തെന്ന് പറയുന്നത്, സിപ്പ് വിത്ത് ഇൻഷുറൻസ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്ത് നമ്മൾ കവർ ചെയ്യുന്നത്. ഇനി ഏതാനും ചില കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ച് അടുത്തൊരു വീഡിയോയോടുകൂടി ഈ ചാപ്റ്റർ നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരമാവധി അത് പറയാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് കൃത്യതയോടെ. നിങ്ങൾക്കിത് ഉപകാരപ്രദമാണെങ്കിൽ ഈ മേഖലയുമായിട്ട് അറിയുവാൻ ആഗ്രഹിക്കുന്ന പല യൂണിവേഴ്സിറ്റികളുടെയും സിലബസിൽ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണിത്. അപ്പോൾ അത് കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കും ഇത് അറിയുവാൻ ആഗ്രഹിക്കുന്നവർക്കും, ഈ സംവിധാനങ്ങളെ പറ്റി അറിയുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ഇത് ലൈക്ക് ചെയ്യുകയും ചെയ്യണം. താങ്ക്സ്.